ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ രവികുമാർ, ഫൗണ്ടർ ആൻഡ് ട്രെയിനർ മൈൻഡ് ടു മില്യൺസ് അക്കാദമി. ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് മനസ്സിനെ പൂർണ്ണമായും വിജയത്തിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ മനസ്സെന്ന് പറയുന്നത് നമ്മളെ പൂർണ്ണമായും വിജയത്തിലേക്ക് നയിക്കുന്ന 5 പ്രാക്ടീസുകളാണ്. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യം എന്നതുപോലെ തന്നെ നമ്മുടെ മനസ്സിനും ഭക്ഷണം ആവശ്യമാണ്. നല്ല ആരോഗ്യമുള്ള മനസ്സിൽ മാത്രമേ നല്ല ചിന്തകൾ ഉണ്ടാകുകയുള്ളൂ. നല്ല ചിന്തകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ മനസ്സിന് ആരോഗ്യം നൽകുന്ന 5 പ്രാക്ടീസുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ബന്ധുക്കളിലേക്കും ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. അതായത് നമ്മൾ ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്നൊരു വ്യക്തിയായി, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നേടി നമുക്ക് എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കും നമുക്ക് സ്വാഭാവികമായിട്ടും, അതെല്ലാം നേടിയതായി വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ശീലിക്കണം. അപ്പം നമ്മളെങ്ങനെ നേടിയതായിട്ട് വിഷ്വലൈസ് ചെയ്യുക? നമുക്കൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ചിലപ്പോൾ സാധ്യമായെന്ന് വരില്ല. പക്ഷേ കൃത്യമായ പരിശീലനത്തിലൂടെ നമുക്കത് നേടിയെടുക്കാം. ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങൾ, നമ്മുടെ കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ നേടിയതായി വിഷ്വലൈസ് ചെയ്യാൻ തീരുമാനിക്കുക. അതെങ്ങനെയെന്നല്ലേ, ഒരു ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു വിദ്യാർത്ഥിയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ പഠിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന മാർക്ക് വാങ്ങി വിജയിച്ചതായി നിങ്ങൾ മനസ്സിൽ ചിത്രീകരിക്കുക. ആ വിജയം നിങ്ങൾ ആഘോഷിക്കുന്നതായി ചിത്രീകരിക്കുക. ആ വിജയം കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം നിങ്ങൾ അനുഭവിക്കുക. ആ സന്തോഷം ശരിക്കും ലഭിച്ചതായിട്ട് മനസ്സിൽ നമ്മൾ എന്ത് ചെയ്യുക? ചിത്രീകരിക്കുക. അങ്ങനെ നമ്മൾ ഇത്തരം കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് എന്തു ചെയ്യും? നമ്മളെ അതിലേക്ക് നയിക്കും. അങ്ങനെ നമുക്ക് അത് നേടിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആദ്യത്തെ പരിശീലനം എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ. നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ലഭിച്ചതായിട്ട് വിഷ്വലൈസ് ചെയ്യുക, നമ്മൾ അനുഭവിച്ചറിയുക. നമ്മളതിൻ്റെ ഗുണം, അതായത് നമ്മളത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു ഹാപ്പിനെസ്, അത് ശരിക്കും ഫീൽ ചെയ്യണം നമുക്ക്. അങ്ങനെ ഫീൽ ചെയ്യാൻ നമ്മൾ പരിശീലിക്കുക. രണ്ടാമത്തെ പരിശീലനം എന്ന് പറയുന്നത് ധ്യാനം ഒരു ശീലമാക്കുക എന്നുള്ളതാണ്. ധ്യാനം ഒരു ശീലമാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഉറക്കം, കൃത്യമായി നമുക്കൊരു ഉറക്കം ലഭിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കൃത്യമായ ഒരു ഉറക്കം നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ഉറക്കം എപ്പോഴും കൃത്യമായിരിക്കണം. നമ്മളതിനെ പരിശീലിച്ചേ പറ്റൂ. നമുക്ക് വിജയം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ലോകത്ത് വിജയിച്ചു നിൽക്കുന്ന ആൾക്കാരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്ന് നോക്കിയാൽ അവർക്കെല്ലാം കൃത്യനിഷ്ഠത എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അവർക്കെല്ലാത്തിനും കൃത്യമായ സമയങ്ങളുണ്ട്. ഉറങ്ങാനൊരു സമയമുണ്ട്. അവർ കൃത്യമായി എഴുന്നേൽക്കുന്നു. അവർ ഓരോന്നും ഓരോ ദിവസങ്ങൾ ചെയ്യേണ്ട കൃത്യമായ സമയങ്ങൾ ചെയ്യുന്നു. അങ്ങനെ നമുക്കൊരു കൃത്യമായ എല്ലാത്തിനും ഒരു നിഷ്ഠ ഉണ്ടായിരിക്കണം. ഈ നിഷ്ഠ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇനി മുതൽ രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുന്നു. 5 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കൊന്ന് ഫ്രഷായി കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് മുതൽ ഒരു 30 മിനിറ്റ് വരെ ധ്യാനം ശീലമാക്കുക. ധ്യാനം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസമനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ധ്യാനിക്കാം. നമുക്കിഷ്ടമുള്ള ഒരു ദൈവത്തെ ധ്യാനിക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ശ്വാസത്തിൻ്റെ ആ ഒരു
ചലനത്തെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കാം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒരു പോയിന്റിലേക്ക് കേന്ദ്രീകരിച്ച് നമുക്ക് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാൻ ശ്രമിക്കാം. അങ്ങനെ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ഒരു 10 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ നമ്മൾ ധ്യാനം ശീലിക്കുക. അത് നമ്മളൊരു ശീലമാക്കി മാറ്റുക. അപ്പോൾ നമ്മൾ ഉറക്കം കൃത്യമായി, നമ്മുടെ ഉണരൽ കൃത്യമായി നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ധ്യാനം ആരംഭിച്ചു. അങ്ങനെ ഇതാണ് രണ്ടാമത്തെ പരിശീലനം. മൂന്നാമതായി നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് അഫർമേഷൻസ് ആണ്. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേടാനുള്ള അല്ലെങ്കിൽ നമുക്ക് ലഭിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിച്ചതായി നമ്മൾ സ്വയം പറയുക. അതായത് എനിക്ക് വിജയം സുനിശ്ചിതമാണ്, എനിക്ക് ഇന്നത് നേടാൻ സാധിച്ചു, ഞാൻ വിജയിയാണ്, എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്, എനിക്ക് നന്നായി പഠിക്കാൻ സാധിക്കും, ഞാൻ ആത്മവിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്, എനിക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. ഇങ്ങനെ അഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, രാവിലെ ഉണരുമ്പോഴും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും ശീലിക്കുക. ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ഇനി നാലാമത്തെ പരിശീലനം, നമ്മൾ നന്ദിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ തയ്യാറാക്കുക. അതെങ്ങനെയെന്നല്ലേ, നമുക്ക് ഒരു ദിവസം ലഭിച്ച എല്ലാ അനുഗ്രഹത്തിനും നമ്മൾ നന്ദി പറയുക. നമ്മൾ രാവിലെ എന്തെങ്കിലും കാര്യത്തിനായി ഇറങ്ങി, അത് സാധിച്ചു. അപ്പോൾ നമ്മൾ എന്തെഴുതണം, ഇന്ന കാര്യം എനിക്ക് സാധിച്ചതിന് ഞാൻ നന്ദി അറിയിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും, നമുക്ക് ലഭിച്ച ഓരോ അനുഗ്രഹത്തിനും നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം. നമുക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ സ്ഥിരമായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എപ്പോഴും മനസ്സിലും ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരുപാട് നന്ദിയുള്ളവരായി മാറാൻ പറ്റും. അത് വലിയ കാര്യമാണ്. ഇങ്ങനെ നമ്മൾ നന്ദി ഓരോ കാര്യത്തിലും പറയാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നന്ദിക്ക് വേണ്ടി നമ്മൾ ചെയ്ത കാര്യങ്ങൾ തിരയാൻ തുടങ്ങുമ്പോൾ, നമുക്ക് ചെറിയ ചെറിയ വേദനകൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതൊന്നും പിന്നെ കാണാൻ സാധിക്കില്ല. നമ്മളെല്ലാം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക, എൻ്റെ ജീവിതത്തിൽ ഇന്ന പ്രശ്നങ്ങളുണ്ടായല്ലോ, ഇന്ന പ്രശ്നങ്ങളാണല്ലോ. പക്ഷെ തിരിച്ച് നമുക്ക് ലഭിച്ച നല്ല നല്ല അനുഗ്രഹങ്ങളെ കാണാൻ തുടങ്ങുമ്പോൾ, അതിന് നന്ദി പറയാൻ തുടങ്ങുമ്പോൾ, നമുക്ക് വേദന എന്ന് പറയാൻ, അല്ലെങ്കിൽ നമുക്ക് വിഷമം എന്ന് പറയുന്ന കാര്യം ജീവിതത്തിൽ നിന്ന് പാടെ മാറിപ്പോകാൻ തുടങ്ങും. അപ്പോൾ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. അഞ്ചാമത്തെ നമുക്ക് പരിശീലിക്കേണ്ടത് ബ്രീത്തിങ് എക്സസൈസാണ്. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ബാക്കിയെല്ലാം കഴിഞ്ഞ്, നമ്മുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുമ്പ്, ഏകദേശം ഒരു 8 മണിക്ക് മുമ്പ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും അല്ലേ? നമ്മൾ പിന്നീട് പറയാം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം. നമ്മൾ കൃത്യമായി ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണം. നമ്മളൊരു 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് നമ്മൾ മനസ്സിൽ പറയുക, ഞാൻ ജീവിതത്തിൽ എന്തുകൊണ്ടും സുരക്ഷിതനാണ്, സർവ്വ ഐശ്വര്യങ്ങളും എൻ്റെ കൂടെയുണ്ട്. എന്നിട്ട് ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും 4 സെക്കൻഡ് ശ്വാസം അകത്തേക്ക് എടുക്കുക. ഈ ഒരു പ്രാർത്ഥന പറഞ്ഞുകൊണ്ട് ശ്വാസം പുറത്തേക്ക് ഇടുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പ്രാക്ടീസുകൾ വഴി നമുക്ക് ജീവിതത്തിൻ്റെ വലിയ വലിയ ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നതിന് പകരം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നടന്ന് എടുക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.